നമ്മുടെ വീട്ടിൽ ടി വിയുടെ അടുക്കിലിരുന്ന് ആ പന നമ്മളിവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് കൂടുതൽ ആപ്റ്റായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഏതായാലും ഇനി മുതൽ ഈ പന ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പം നമ്മളിവിടെ ഒരു ശ്രീബുദ്ധൻ്റെ തല പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറേനെ ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ തലയും. ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മൾ ഒരു ഡെക്ക് പണിതുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് 2-3 വീഡിയോസിലൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ ഡെക്ക് പണിത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരു പർഗോളയും പണിഞ്ഞ് ഇപ്പം ഒരു ഫൈനൽ ടച്ചപ്പ് ഇടുന്നോണ്ടിരിക്കുകയാണ്, പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പുഴുവാണെന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് കണ്ടിട്ട് അതൊരു കമ്പോ ഏതാണ്ടാണ്. പുഴുവാണോ അല്ലയോ ഒന്ന് ഒരു ടൂത്ത് പിക്ക് എടുത്തുകൊണ്ട് വരാനാണ് പറഞ്ഞത്, പക്ഷേ ടൂത്ത് പിക്ക് ഫുള്ള് തീർന്നു പോയി. പകരം അതിൻ്റെ പാട്ട കിട്ടി. എടേ വന്നേ, എന്ത് പിടിച്ചു? ഓ, ഇതിന്റെ വീഡിയോ, ഒരു പുഴുവിനെ എടുക്കണമെങ്കിൽ വീഡിയോ എടുത്തോണ്ട് നിൽക്കുവോ ഇവിടെ? ആ പുഴു, ചെടിയില് പുഴു. പിന്നെ പുഴുവിനെ ഹോൾഡ് ചെയ്ത് വേറെ കഴിഞ്ഞിട്ട് അത് അകത്തോട്ട് കയറിപ്പോകും. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് തെറ്റിപ്പോയാണ്. ഇത് കമ്പല്ല, ഇതൊരു പുഴു തന്നെയായിരുന്നു. കമ്പിൻ്റെ രൂപത്തിലുള്ള ഒരു പുഴു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് 2 കോട്ട് ഓയിൽ ഇട്ട് അടിച്ചു വെച്ചിരിക്കുകയാണ്. അടിച്ചെന്ന് പറഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് ഇരിക്കുന്നു. ഞാനല്ല, അവളാണ് അടിച്ചത്. ഞാൻ കമൻട്രി മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാ ഡാൻസ് ആടാ? അപ്പം നമ്മുടെ ടി വിയുടെ അടുക്കിരുന്ന് ആ പാന ഇത് ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പം ഇതിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞ് ഇവിടെ ചെറിയൊരു ഫൗണ്ടൻ വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള കുറേ മരത്തിൻ്റെ ശിഖരങ്ങളെല്ലാം വളർന്ന് പന്തലിച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി ട്രിം ചെയ്ത് അതിൻ്റെ ആ ശിഖരങ്ങളെല്ലാം അവിടെ നിലത്ത് കിടക്കുവാണ്. അപ്പോൾ അത് നമ്മളൊന്നും കൊണ്ട് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഒരു പിക്കപ്പോ അല്ലെങ്കിൽ നമുക്കൊരു ട്രെയിലറോ വേണം. അപ്പം നമ്മുടെ ജോലി സ്ഥലത്തും നമുക്ക് ട്രെയിലർ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം 2 സൈസിലുള്ള ട്രെയിലറുണ്ട്. നമ്മൾ വലിയ ട്രെയിലർ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി എടുത്ത് നമുക്ക് ആ ശിഖരങ്ങളെല്ലാം എങ്ങനെയാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ അതെവിടെയാണ് കൊണ്ട് കളയുന്നത്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എവിടെയാണ് കൊണ്ട് കളയുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഷിഫ്റ്റാണ്, അതായത് ക്രിസ്മസിൻ്റെ സമയത്തുള്ള ഹോളിഡേയ്സിലെ ഷിഫ്റ്റ്. അതുകൊണ്ട് അധികം ബസ്സുകളൊന്നും പുറത്ത് പോയിട്ടില്ല. ഞങ്ങൾക്ക് കാണാൻ കുറേ ബസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ആ കാണുന്ന ഷെഡ് കണ്ടില്ല, അവിടെയാണ് ബസ് ഓരോ റണ്ടും കഴിഞ്ഞിട്ട് വണ്ടി വന്ന് കഴുകുന്ന സ്ഥലമാണത്. ഓട്ടോമാറ്റിക്കായിട്ട് കഴുകുന്ന സ്ഥലമുണ്ട്, മാനുവലായിട്ട് കഴുകുന്ന മറ്റൊരു സ്പേസും ഉണ്ട് അവിടെ. അപ്പം നമുക്ക് നേരെ പോയി ട്രെയിലർ എടുക്കാം. മോശം പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ട്രെയിലർ എന്ന് പറയുന്നത് ഈ സാധനമാണ്. 2 ട്രെയിലറാണ് നമുക്കിവിടെ ഫ്രീ ആയിട്ടുള്ളത്. അത് ചെറുതും ഇത് വലുതും. അപ്പോൾ നമുക്ക് വലുതാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇതുപോലത്തെ ഒരു ടോബാർ എന്ന് പറഞ്ഞ സാധനം വേണം. ടോബാർ അവിടെ നമുക്ക് നമ്മുടെ വണ്ടിയിലുണ്ട്. അപ്പോൾ പണ്ടൊരിക്കലും എടുത്താണ്. ഇതൊരിച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. 2-3 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ട്രെയിലർ ലോക്ക് ചെയ്യുന്ന ഒരു മെറ്റലാണിത്. ഇനി നമ്മുടെ പരിപാടി ഈ സാധനം ഇതിലോട്ട് കൊണ്ടുവരണം. പറിക്കുന്നുണ്ട്. ഓക്കെ നിർത്തിക്കേ, നിർത്തിയോ? നമ്മൾ പതുക്കെ ഇതൊന്ന് താത്തി കൊടുക്കുക.
ഓക്കെ, ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലോക്ക്. അപ്പം ലോക്ക് ഇവിടെ വീണിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ നമ്മുടെ ആ താഴെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. ഇപ്പം ഇത് പൊക്കുക. പൊക്കിയതിന് ശേഷം ഓൾറെഡി ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. ഈ വയറാണ് നമ്മുടെ ട്രെയിലറിൻ്റെ ബ്രേക്ക് ലൈറ്റ് നമ്മുടെ വണ്ടിയിലെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന കേബിളാണിത്. ഇപ്പം അതെങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിച്ചില്ല. ഇവിടെ ഇതിൽ ഇതുണ്ട്. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുക. നമ്മുടെ വണ്ടിയിലുള്ള കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതെങ്ങാണ്ട് കണക്ട് ചെയ്യും. അത് മറന്നുപോയല്ലോ, അതെവിടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ജസ്റ്റ് ഇൻ കേസ് ഈ ടോബോളെന്ന് വല്ല ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻ കേസ് ഇങ്ങനെ ഒരു ചെയിന് നമുക്കിത് ഇവിടെ ഒരു ഹുക്കുണ്ട്. ആ ഹുക്കയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ, അതവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങേ സൈഡിലും അന്ന് ഈ ലോക്ക് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്തിടാം. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രെയിലർ. നമ്മൾ ഫുള്ള് കണക്ട് ചെയ്തിട്ടുണ്ട്. സേഫ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ദീപക്കേട്ടനുണ്ട്. അപ്പോൾ ഇത് പിടിച്ചോ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ RAV4 മേടിച്ചതിന് ശേഷം ട്രെയിലർ വെച്ച് നമ്മൾ വലിക്കുന്നത്. ഈ RAV4ൻ്റെ ഒരു പവർ വെച്ച് നമുക്ക് 2000 കിലോ ഉള്ള ട്രെയിലർ വരെ നമുക്ക് വലിക്കാവുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ 2000 കിലോ ഒന്നുമില്ല. അവിടെ നിന്നൊരു ബസ് വരുന്നുണ്ട്. ആ ബസ് ഒന്ന് പോയിക്കോട്ടെ. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ട്രെയിലർ ഉള്ളതുകൊണ്ട് നമുക്ക് സാധാരണ നമ്മൾ കാറുമായിട്ട് ഇറങ്ങി പോകുന്ന വഴി കൂടെ പോകാൻ പറ്റത്തില്ല. ഇത് നമുക്ക് പണ്ട് ഒരു ടെന്നീസ് കോർട്ടായിരുന്നു. ടെന്നീസൊന്നും ആരും കളിക്കാത്തതുകൊണ്ട് അവരത് പാർക്കിംഗ് തന്നെയാക്കി. ഇതാണ് റിട്ടയറായ ബസ്സുകളാണ്. 1970കളിൽ ഇറങ്ങിയ 70s മോഡലായിട്ടുള്ള ബസ്സാണ്. റെനോ ഫ്രഞ്ച് കമ്പനി റെനോയുടെ ബസ്സാണത്. നമുക്ക് ഏതായാലും പതുക്കെ ഡിപ്പോയിൽ നിന്ന് വെളിയിലോട്ട് പോയേക്കാം. കുറേ ബസ്സുകളൊക്കെ രാവിലെ ഓട്ടം പോയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12:30 നമ്മൾ നേരെ കാണുന്നതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പ് എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. വലിയൊരു വർക്ക്ഷോപ്പാണ്. ഒരേ സമയത്ത് എനിക്ക് തോന്നുന്നു ഹോയിസ്റ്റ് ഏതാണ്ട് ഒരു 8-10 ബസ്സിന് ഹോയിസ്റ്റിന് മുകളിൽ കയറ്റിയിട്ട് പണിയാവുന്ന വലിയൊരു സംരംഭമാണ് ഇവിടുത്തെ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഫുൾ ഒരു മല പോലെ നമ്മുടെ പുറയിലത്തെ കുറേ മരങ്ങളെല്ലാം വെട്ടിയതിൻ്റെ മല പോലെ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന ശിഖരങ്ങളില്ല. അതെല്ലാം വലിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് താക്കണം. കാരണം ഇതിൻ്റെ മുകളിൽ കൂടി ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് വലയോ മാറ്റമോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി
നീ പറന്ന് പോകത്തില്ലെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെട്ടുകത്തിയാ. ഇത് ഒരു ലൈഫ് സേവർ എന്ന് തന്നെ പറയാം. അപ്പൊ നമുക്ക് ഇത് കൊണ്ടിട്ടുണ്ട് കളഞ്ഞിട്ട് വരാം. സാമൻ ചേച്ചോ എത്ര പേര് പോകും? എന്നാ മമ്മിയോട് പറഞ്ഞിട്ട് വാ, ഫോൺ കൊണ്ട് കൊടുത്തിട്ട് വാ. ചേക്കോ ഇറങ്ങിക്കോ. നമ്മുടെ ഇടതൈ മാത്രമേ ഗ്ലൗസ് ഉള്ളായിരുന്നു, വലുതൈ പൊട്ടി ചോര ഒലിച്ചിരുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ പുറകെ കയറിയിട്ടുണ്ട്. ട്രെയിലർ നമ്മൾ വലിച്ചോണ്ട് പോകും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വണ്ടി മേടിച്ചതിന് ശേഷം ടോ ചെയ്തത്. പക്ഷെ ഒരു ചെറിയൊരു ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുറയിൽ ആ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേന് ഇങ്ങനെ ഗിയർ ഇങ്ങനെ ഏത് ഗിയറാണെന്ന് അറിയാൻ മേലാണ്ട് ഇങ്ങനെ തപ്പിത്തടയുന്ന പോലെ, അതായത് മുന്നോട്ടും പുറകോട്ടും പോകുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. ഇത് CVT എന്ന് പറയുന്ന ഒരു ഗിയർ സിസ്റ്റമാണ്. അപ്പോൾ അതായത് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യുന്ന പോലെ തോന്നത്തില്ല. എന്നാലും RPM സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂസ്ഡ് പോലെ. ഇപ്പം നമ്മുടെ അനോജ് ഉണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ഒരു 2-3 വീഡിയോസ് ആയിട്ടൊക്കെ നമ്മുടെ വീഡിയോയുടെ ഒരു ക്വാളിറ്റി ഒരു ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. അത് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെന്ന് പറയുന്ന അനോജാണ്. താങ്ക്സ് ടു അനോജ്. അതായത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അനോജിനെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ. പക്ഷേ ഞാനിപ്പോൾ ഈ വണ്ടി എഴുതുമ്പോഴത്തേക്ക് ഞാനും അനോജ് ഒരുമിച്ചായപ്പം അനോജിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അനോജിന്റെ വീട് കോട്ടയത്താണ്, കോട്ടയത്ത് മണ്ണർകാടാണ്. പുള്ളി ദുബായിൽ നിന്നാണ് വന്നത്. അനോജ് തന്നെ പറഞ്ഞു. അനോജ് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു 6 മാസമായി. 6 മാസം ഞങ്ങളിവിടെ എത്തിയിട്ട് ഒരു 6 മാസമായി പറഞ്ഞ പോലെ. അപ്പം ഇങ്ങനെ സെറ്റിലായി വരുന്നു. അനോജിന് റീസെന്റ് ജോലിയായി. 5 മാസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ജോലിയായി അല്ലേ? അപ്പം നമ്മള് നേഴ്സുമാരൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമാണ് ജോലി കിട്ടാൻ. അനോജിന്റെ ഫീൽഡ് എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീൽഡിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ആ ടൈം ബീങ് അനോജിന്റെ വൈഫിന് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ജോലി കിട്ടിയത്. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഏതായാലും ഈ ഗ്രീൻ വേസ്റ്റ് കളയുന്ന സ്ഥലത്തോട്ട് ഒരു ചെറിയ പ്രശ്നം പറ്റി. നമ്മുടെ ഒരു കമ്പ് പുറത്തോട്ട് തള്ളിയിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. അപ്പം അതൊന്നും നമുക്കൊന്ന് ഈ കമ്പാണ് ഇങ്ങനെ പറന്ന് കാറ്റടിച്ച് പുറത്ത് വന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. അതായത് സൈഡിൽ കൂടെ വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടി പോകും. ആ രീതിയിലായി. ഞാൻ ഒന്നുകൂടെ കയറൊക്കെ ഇട്ട് കെട്ടുമായിരുന്നു. ബായോ തോന്നല്ലേ? ഇതെല്ലാം വിൽക്കാനുള്ള മണ്ണാട്ടോ. നമ്മളീ കൊണ്ടിടുന്ന തടി ഇതൊക്കെ ഇതെല്ലാം പൊടിച്ച് വളമാക്കി. ഇവിടെ നമ്മൾ ക്യൂ നിൽക്കണം ഇനി. ഒരു ബ്രൂം കൊണ്ടുവരേണ്ടിയായിരുന്നു, ഒരു ചൂട് കൊണ്ടുവരേണ്ടിയായിരുന്നു.